Hallelujah. 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 ഈ പുതിയ വർഷം 2025 ആരംഭ ഞായറാഴ്ചയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank God for this first Sunday of this new year. കഴിഞ്ഞ ഒരു വർഷം വളരെ വേഗത്തിൽ കടന്നുപോയി. ആമേൻ. The past 1 year has moved very fast. അടുത്ത വർഷം ഈ പുതുവർഷം അതിലും വേഗത്തിൽ കടന്നു പോകും. And this year also will move very fast. Hallelujah. എന്നാൽ ഈ വർഷം നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. But this year we will see the glory of God. Amen. Amen. ഈ വർഷം നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. This year we will see the glory of God. നമ്മൾ ദൈവത്തിൻ്റെ കാബോദ് കാണും. We will see the eternal weight of God's glory. Amen. ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. We read like this in the book of Samuel. ഏലി പുരോഹിതന്റെ സമയത്ത് ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു. During the time of the prophet Eli, the people of Israel were defeated when they were in war with the Philistines. ആ സമയത്ത് ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോയി. അത് ഫിലിസ്തീൻസ് കൊണ്ടുപോയി. And at that time the Philistines captured the ark of the Lord. ഏലി പുരോഹിതന്റെ ഒരു മകന്റെ ഭാര്യ ആ സമയത്ത് പൂർണ്ണ ഗർഭിണിയായിരുന്നു. And one of the daughter of Eli's son was pregnant. ആ പെട്ടകം പിടിക്കപ്പെട്ടു പോയ സമയത്ത് അവൾ ഒരു മകനെ പ്രസവിച്ചു. And when the ark of the Lord was captured, that time she gave birth to a son. അവൾ നിലത്തു വീണെന്നാ പറഞ്ഞിരിക്കുന്നത്. And it's written that she fell on the floor. അവൾ മരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനൊരു പേര് വിളിച്ചു. And before she died, she gave a name to her son. ഈഖാബോദ്. Ichabod. അർത്ഥം മഹത്വം പോയി. The meaning is that the glory has departed. ഇസ്രായേലിൽ നിന്നും മഹത്വം പോയി, കാബോദ് പോയി എന്നാണ് അവൾ ആ മകന് പേരിട്ടത്. She named her son that the glory of God has departed from Israel. Amen. Amen. അവിടെ കൃത്യമായിട്ട് ആ പദം കാണുകയാണ്, ഈഖാബോദ്. We can see the term Ichabod. മഹത്വം കാബോദ് ഇസ്രായേലിൽ നിന്നും പോയി എന്ന് അവൾ പറഞ്ഞ് അത് തന്നെ തൻ്റെ മകന് പേരിട്ടു. She said that the glory, the kabod, has departed, and she named that name for her son. 2025 ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം the year of kabod എന്നാണ്. The 2025 God has given us this promise as this year as the year of kabod. Year of kabod. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വർഷമാണ്. This is the year of the glory of God. പഴയ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ ആ എബ്രായ ഭാഷയിൽ അതിന് പറഞ്ഞിരുന്ന പേരാണ് കാബോദ്. In the old covenant, when the glory of God manifested, the name was given kabod. ഇവിടെ ഏലി പുരോഹിതന്റെ മരുമകൾ പറയാണ് ഈ കബോദ് ദൈവത്തിൻ്റെ മഹത്വം പോയെന്ന്. Here the daughter-in-law of Eli is saying that the glory of God has departed, Ichabod. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ അവർ ദൈവത്തിൻ്റെ കാബോദിൻ്റെ ആ സാന്നിധ്യത്തിൽ ജീവിച്ചവരാണ്. For many years the people of Israel, when they were in the wilderness, they lived in the presence of the glory of God. Amen. കാബോദ്. അത് ഇസ്രായേൽ മക്കൾക്ക് പകലിൽ വെളിപ്പെട്ടത് ഒരു മേഘസ്തംഭത്തിലാണ്. And it manifested for them in the daytime as in the form of a cloud. രാത്രിയിൽ അഗ്നിക്കകത്താണ് ആ മേഘം ആ കാബോദ് വെളിപ്പെട്ടത്. And in during the night it was appeared to them in a form of a fire of pillar of fire. ദൈവത്തിൻ്റെ ആ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ അവർക്ക് കാണത്തക്കവണ്ണം ദൈവത്തിൻ്റെ മേഘം അവരുടെ മുകളിലുണ്ടായിരുന്നു.
And for 40 years, the glory of God was above them in the clouds in a way that they can see. ഞാൻ പറയുന്ന മേഘത്തെക്കുറിച്ചാണ്. I'm talking about the cloud. ആ കൂടാരം അടിച്ച് താമസിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടാരത്തിൻ്റെ മുകളിൽ ആ മേഘം വന്ന് വസിക്കും. When they were living, when they pitched their tent and they were living in it, the cloud of God would remain on his tent, or above his tent. എന്താണ് മേഘത്തിൻ്റെ പ്രാധാന്യം? What is the importance of the cloud? നിങ്ങൾ ജെറുസലേം ദേവാലയത്തിലേക്ക് എത്തുമ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ അന്തർമന്ദിരത്തിൽ കൃപാസനത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ കാബോദുണ്ട്, ദൈവത്തിൻ്റെ തേജസ്സുണ്ട്. When you come to the temple of Jerusalem, in the most inner part of the temple, there is the glory of God, the kabod. Amen. Amen. വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ ജനത്തിൻ്റെ പാപപരിഹാരത്തിന് യാഗമർപ്പിച്ചിട്ട് രക്തവുമായി ആ മന്ദിരത്തിലേക്ക് കയറി വരും. And once in a year the high priest sacrifices the offering, and with its blood he comes and enters the most holy place. ശ്രദ്ധിച്ച് കേൾക്കണേ. Please hear me carefully. അദ്ദേഹത്തിന് നേരിട്ട് ദൈവത്തിൻ്റെ കാബോദ് മഹത്വത്തിൻ്റെ മുമ്പിലേക്ക് വരുവാൻ അനുവാദമില്ല. He has no right to come before the glory of God and look the glory of God with his eyes. അതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ശുദ്ധീകരണങ്ങളും വരുത്തി അവസാനമായി യാഗരക്തവുമായിട്ടാണ് അത് അങ്ങോട്ട് കടന്നു വരുന്നത്. Before he enters there, he does all the preparations and sacrifices, and finally with the blood of the sacrificed offering he comes before the holy place. അങ്ങനെ വന്നാലും അദ്ദേഹത്തിൻ്റെ നഗ്ന നേത്രം കൊണ്ട് ആ കൃപാസനത്തിലേക്ക് കരുണാസനത്തിലേക്ക് നോക്കുവാൻ അനുവാദമില്ല. Even though he cannot with his naked eyes look upon the mercy seat. അദ്ദേഹം തൻ്റെ കയ്യിൽ ഒരു ധൂപകലശവുമായിട്ടാണ് വരുന്നത്. He comes with incense. അവിടെ മേഘം പോലത്തെ, സാധാരണ ധൂപമല്ല, മേഘം പോലത്തെ പുക അദ്ദേഹം അവിടെ ഉണ്ടാക്കുകയാണ്. And there he is making a smoke, a cloud of smoke in that place. അതിന് മറ്റ് വാതായനങ്ങൾ, ജനലുകൾ, കഥകളൊന്നുമില്ലാത്തതുകൊണ്ട് ആ പുക ആ കൃപാസനത്തിനകത്ത് വളരെ കട്ടിയേറിയ മേഘം പോലെ നിൽക്കും. Because there is no windows or opening in that most holy place, this cloud will remain inside that most holy place. അതിനുശേഷം അദ്ദേഹം കൃപാസനത്തിന്മേൽ രക്തം തളിക്കുന്നത്. And only after that he sprinkles the blood upon the mercy seat. എന്താ ഈ മേഘത്തിന്റെ പ്രാധാന്യം? What is the importance of this cloud? പഴയ ഉടമ്പടിയിൽ 40 വർഷവും ദൈവത്തിന്റെ കാബോദ് കവർ ചെയ്ത ഒരു മേഘമുണ്ട്. In the old covenant, the 40 years, there was a cloud which covered over the people of Israel. ആ മേഘം ദൈവത്തിന്റെ കാബോദ് അല്ല. That cloud is not the kabod of God. ആ മേഘത്തിന്റെ അകത്താണ് ദൈവത്തിന്റെ കാബോദ് ഉള്ളത്. But the glory of God is inside that cloud. കാരണം ഒരു മനുഷ്യനും നേരിട്ട് ദൈവത്തിന്റെ മഹത്വത്തെ കാണാൻ കഴിയത്തില്ല. Because no man can see with their naked eyes the glory of God. അതുകൊണ്ടാ ഒരു മേഘം കൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തെ അത് കവർ ചെയ്യുന്നത്. That is why with a cloud he is covering his presence. അതേ സിംബൽ, അതേ സിസ്റ്റമാണ് ഈ കൃപാസനത്തിൽ വരുമ്പോഴും മഹാപുരോഹിതന്റെ ആ ധൂപം ഉപയോഗിച്ച് വലിയ പുക അവിടെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വരുന്നത്. The same system is in the most holy place. When the priest comes, he makes a cloud in the. മനുഷ്യന് നേരിട്ട് ദൈവത്തിന്റെ കാബോദുമായി ബന്ധപ്പെടാൻ കഴിയത്തില്ല. A man cannot come before the kabod presence of God. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ കാബോദ് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. But 2000 years ago the kabod of God came down into this world as a man. Hallelujah. അവന്റെ പേരാണ് യേശു ക്രിസ്തു. And his name is Jesus Christ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. And that is why we read in John chapter 1 verse 14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ്
പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. And the Word became flesh and dwelt among us, and we beheld his glory, the glory as of the only begotten Son, begotten of the Father, full of grace and truth. ഞങ്ങൾ അവന്റെ തേജസ്, പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. And we beheld his glory, the glory as of the only begotten of the Father. Amen. Amen. പിതാവാം ദൈവത്തിന്റെ ആ കാബോദിന്റെ മനുഷ്യരൂപമാണ് കർത്താവായ യേശുക്രിസ്തു. Jesus Christ is the human form of the kabod of God. ഇസ്രായേൽ മക്കൾക്ക് കാബോദ് വെളിപ്പെട്ടപ്പോൾ, മഹത്വം തേജസ് വെളിപ്പെട്ടപ്പോൾ ഒരു മേഘം കൊണ്ട് അതിനെ പൊതിഞ്ഞായിരുന്നു. When the glory of God, the kabod, manifested for the people of Israel, it was covered with a cloud. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സകല ജനവും കാണെ ദൈവത്തിന്റെ കാബോദ് ഒരു മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു. But 2000 years ago, for every man to see, the kabod of God was born into this world as a human. Hallelujah. ഞങ്ങൾ അവന്റെ തേജസ്, യേശുവിന്റെ തേജസ് പിതാവിങ്കിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കാബോദായി കണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. He says that we beheld the glory of Jesus as the glory of the only begotten of the Father. പിതാവിന്റെ തേജസ് നമുക്ക് പ്രാപ്യമായ അളവിൽ ഈ ഭൂമിയിൽ വെളിപ്പെട്ടു വന്നതാണ് യേശു കർത്താവ്. Jesus Christ is the glory of God, the kabod of God manifested that we can experience. ആ കാബോദാണ് ഇന്ന് നമ്മുടെ അകത്ത് ജീവിക്കുന്നത്. And that kabod is today living within us. Hallelujah. Hallelujah. അവന്റെ മഹത്വം, അവന്റെ തേജസ് ഇന്ന് നമ്മുടെ അകത്ത് ജീവിക്കുകയാണ്. His glory is dwelling within us today. നിങ്ങൾ മുഴുവൻ വേദപുസ്തകം പഠിക്കുമ്പോൾ പിതാവാം ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തെ the spirit of the God of glory, the God of glory എന്ന് പറഞ്ഞിരിക്കുകയാണ്. When you read all the scriptures, you can see it's a scripture calls Father God as the God of glory. പിതാവാം ദൈവം മഹത്വത്തിന്റെ ദൈവമാണ്, തേജസ്സിന്റെ ദൈവമാണ്. Father God is the God, the Father of glory. അതേ പദം തന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, the Lord of glory, തേജസ്സിന്റെ കർത്താവ്. The same term is given for Jesus, the Lord of glory. അതേ പദം തന്നെ പരിശുദ്ധാത്മാവിനെ പറഞ്ഞിരിക്കുന്നു, the Spirit of glory, തേജസ്സിന്റെ ആത്മാവ്. The same term is given to the Spirit of God, the Spirit of glory. Amen. Amen. പിതാവാം ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ തേജസ്സിന്റെ ദൈവമാണ്, the God of glory. It's about the Father. It's written that it's a God of glory. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തേജസ്സിന്റെ കർത്താവ്, the Lord of glory. And about Jesus, it's written as the Lord of glory. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് the Spirit of glory, തേജസ്സിന്റെ ആത്മാവെന്നാണ്. And about the Spirit, it's said the Spirit of glory. Amen. Amen. ഇന്ന് നമുക്ക് പ്രാപ്യമായ അളവിൽ ദൈവത്തിന്റെ കാബോദ് നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞു, നമ്മുടെ ആത്മാവിൽ താമസം ആരംഭിച്ചു കഴിഞ്ഞു. Now today the glory of God, the kabod of God has come and dwelling in our spirit for us to experience him. ആ തേജസ്സാണ്, ആ കാബോദാണ് നമ്മുടെ അകത്ത് തേജസ്സിന്മേൽ തേജസ്സായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. And that kabod, that the glory of God is increasing in us, glory upon glory within us. മോശയുടെ മുമ്പാകെ ദൈവം വെളിപ്പെട്ടിട്ട് മോശ ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ ആവശ്യപ്പെട്ടപ്പോൾ, ദൈവത്തിൻ്റെ രൂപം കാണുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം മോശയുടെ മുമ്പാകെ വെളിപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. When Moses desired to see the glory of God, God manifested before Moses and said few things. നിങ്ങൾ ആ ഭാഗമൊക്കെ പലവട്ടം വായിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ദൈവം ഇറങ്ങി വന്നിട്ട് മോശ ചോദിച്ചത് ദൈവത്തിൻ്റെ കാബോദ് കാണാൻ വേണ്ടിയാണ്, മഹത്വം കാണാൻ വേണ്ടിയാണ്. പക്ഷെ ദൈവം ഇറങ്ങി വന്നിട്ട് അവൻ്റെ നാമത്തെ കുറിച്ച് വിവരിക്കുകയാണ്. We have read this scripture many times, but Moses asked to see God's glory, but God came there and he's proclaiming his name. അവൻ ആരാണെന്ന് പറയുകയാണ്. And he's saying who he is. അവന്റെ നാമത്തെ വെളിപ്പെടുത്തുകയാണ്. And he's revealing his name. അവന്റെ സ്വഭാവം He's വെളിപ്പെടുത്തുകയാണ്. revealing his character. യഹോവയായ ദൈവം, The God, the Lord of gods.
ഞാൻ കരുണയുള്ളവൻ, I am merciful. കൃപയുള്ളവൻ, I am full of grace. മനസ്സലിവുള്ളവൻ, I am full of loving kindness. മഹാദയുള്ളവൻ, Loving kindness. വിശ്വസ്തനായിരിക്കുന്നവൻ, I am faithful God. ദീർഘക്ഷമയുള്ളവൻ. I am long suffering. ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ വെളിപ്പെടുത്തുക. He is revealing his character. അവന്റെ സ്വഭാവം വെളിപ്പെടുത്തുക. He is revealing his nature. അവിടെ വ്യക്തമാകുന്നത് മോശ ആവശ്യപ്പെട്ടത് ദൈവത്തിന്റെ കാബോദ് കാണാൻ വേണ്ടിയാണ്. Moses was asking to see the kabod of God. ദൈവം പറയുന്നത് അവൻ ആരാണെന്നാണ്. But God is declaring who he is. അർത്ഥം കാബോദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തന്നെയാണ്. The meaning, the kabod means God himself. അവന്റെ ആ ഡിവൈൻ നേച്ചർ, ആ ദൈവികമായ സ്വഭാവമാണ് കാബോദിലുള്ളത്. His divine nature is in kabod. ആ ദൈവികമായ സ്വഭാവമാണ് നമ്മൾ ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രകൃതമാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ പിതാവിൻ്റെ തേജസ്സായി കാണുന്നത്. And we are looking onto Jesus, and we are seeing the nature of the divine nature of God. നിങ്ങൾക്ക് ദൈവത്തെ കാണണമോ? Do you want to see God? യേശുവിനെ നോക്കിയാൽ മതി. Look onto Jesus. നിങ്ങൾക്ക് പിതാവിനെ കാണണമോ? Do you want to see the Father? യേശുവിനെ നോക്കിയാൽ മതി. Look onto Jesus. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. Jesus said, those who have seen me has seen the Father. യേശുവിനെ കണ്ടാൽ പിതാവിനെ കണ്ടു. If you see Jesus, you have seen the കാരണം Father. പിതാവാം ദൈവത്തിന്റെ കാബോദ്, അവന്റെ തേജസ്സാണ് യേശു. Because the kabod of the Father God is Jesus. അവന്റെ ഇമേജ് ആണ് യേശു കർത്താവ്. Jesus is the image of the eternal ആ God. ദൈവത്തിന്റെ ശുദ്ധമായ പ്രകൃതം, മുഴുവൻ പ്രകൃതവും യേശു ക്രിസ്തുവിലുണ്ട്. And all the complete nature of Father is in Jesus. അവൻ പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. He is complete God and he is a complete man. ഒരു He കുറവുമില്ലാത്തവനാണ്. has no shortcomings. അവന്റെ തേജസ്സാണ് ഇപ്പോൾ നമ്മുടെ അകത്ത് Now വന്നിരിക്കുന്നത്. his glory has come in us. അവന്റെ തേജസ്സിന്റെ ആത്മാവാണ് നമ്മുടെ അകത്ത് And വന്നിരിക്കുന്നത്. the spirit of his glory has come in our ആ spirit. തേജസ്സാകുന്ന ദൈവമാണ് നമ്മിൽ And വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. that God of glory is now moving in us. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവജനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ ദൈവത്തിന്റെ തേജസ്, അവന്റെ കാബോദ് പൂർണ്ണമായി പ്രാപിക്കുമെന്നുള്ളതാണ്. The greatest hope of the children of God is that we will receive his complete and full kabod. പുതിയ ഉടമ്പടിയിൽ ലേഖന ഭാഗങ്ങളിൽ ഒക്കെ നിരന്തരമായി പറഞ്ഞിരിക്കുന്ന പ്രത്യാശ എന്ന പദമുണ്ട്. അതെല്ലാം അത് മിക്ക വചനങ്ങളും മിക്ക വാക്കുകളും കാണിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ദൈവത്തിൻ്റെ കാബോദ് അതിൻ്റെ പൂർണ്ണ അനുഭവത്തിൽ പൂർണ്ണ അളവിൽ പ്രാപിക്കുക എന്നതാണ്. We see many scriptures regarding our hope, and this hope is related to our receiving of the eternal weight of God's glory, that is the kabod of God. Hallelujah. 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 മരുഭൂമി യാത്രയിൽ ആ മേഘം ദൈവത്തിന്റെ കാബോദിനെ മറച്ചിരുന്നു. And in the wilderness, the cloud covered the kabod of God. രാത്രികാലങ്ങളിൽ അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടത് ജ്വലിക്കുന്ന അഗ്നിയായിട്ടാണ്. And during the night they saw the God's glory as a pillar of fire. അവർ 40 വർഷങ്ങൾ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ രാത്രികാലങ്ങളിൽ അവർക്ക് മുന്നമേ അഗ്നി തൂണായി ദൈവത്തിന്റെ കാബോദ് പൊക്കൊണ്ടിരുന്നു. And when they were traveling during the nights in the wilderness, the God's glory in the form of a pillar of fire went before them. അവർ കൂടാരമടിച്ച് വസിക്കുമ്പോൾ ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിനകത്ത് അത് ആളിക്കത്തുന്ന തീ പോലെ അവർ കാണാൻ പറ്റുമായിരുന്നു. Whenever they pitched their tent, they could see this pillar of fire flaming in the tabernacle of meeting. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാഴ്ചയാണ്. How blessed is this sight. ഹല്ലേലൂയ. Hallelujah. അവർ രാത്രിയും പകലും ദൈവത്തിന്റെ കാബോദ് നോക്കിക്കാണുകയാണ്. They are seeing the kabod of God day and night. അവിടെ വായിക്കുന്നത് രാത്രിയിൽ ആ കൂടാരത്തിനകത്ത് തീ ആളിക്കത്തുന്നതായിരുന്നു അവരുടെ കാഴ്ച. And we can read that in the night they are seeing the fire of God flaming
in the tabernacle of meeting. എന്താണ് ഈ തീയുടെ പ്രത്യേകത? What is the importance of this അത് fire? ദൈവത്തിന്റെ കാബോദിന്റെ പ്രകടനമാണ് തീ എന്ന് പറഞ്ഞിരിക്കുന്നത്. This fire is the manifestations of the kabod of God. തീ ആണ് കാബോദ് എന്ന് ഞാൻ പറയുന്നില്ല. I'm not saying that the fire is kabod. പക്ഷേ അത് ദൈവത്തിന്റെ കാബോദിന്റെ പ്രത്യക്ഷമായ ആ പ്രകടീകരണമാണ് തീ എന്ന് But പറഞ്ഞിരിക്കുന്നത്. that fire is the visible manifestation of the glory of God. ഹല്ലേലൂയ. Hallelujah. പെന്തക്കോസ്തിന്റെ നാളിൽ പരിശുദ്ധാത്മാവിനെ സഭയിലേക്ക് അയച്ചപ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്നും വായിക്കുകയാണ്. And we read that on the day of Pentecost, the fire of God in the form of a tongue divided tongue was made visible to them, and it alighted upon each person. ഓരോരുത്തരുടെ മേൽ അഗ്നി പതിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുക. And it's written that it alighted on each one of them. അത് സ്പിരിറ്റ് ഓഫ് ഗ്ലോറി ആണ്, തേജസ്സിന്റെ ആത്മാവാണ്. That is the spirit of glory. അത് അഗ്നിയായി അഗ്നിയുടെ രൂപത്തിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുക. As a fire, in the form of fire, it alighted upon each person. ദൈവവും മനുഷ്യനുമായി ചേരുകയാണ് അവിടെ. There man and God is becoming one. ദൈവത്തിന്റെ കാബോദ് മനുഷ്യനിലേക്ക് പകരുകയാണ്. The kabod of God is being given to man. ആ വാക്ക് വായിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അത് അവരെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. When I read this, I feel so much joy. It came and it alighted upon each person. Amen. Amen. ഓരോരുത്തരുടെ മേൽ അങ്ങ് പതിഞ്ഞു. It came and it alighted upon each person. കാബോദിന്റെ ഒരു അംശം ഒരു വ്യക്തിയിലേക്ക് അങ്ങ് ഇമ്പാർട്ട് ചെയ്തു. A small amount of that kabod was imparted to this person. അത് സ്മോൾ എമൗണ്ട് എന്ന് പറയുമ്പോഴും ആ പ്രാപിച്ചവന് അതൊരു വ്യക്തിയായ ദൈവമാണ്. Even when we say it's a small amount, the person who received it, it's God. It's a person for him. അവനിൽ പിതാവാം ദൈവം കാബോദ് വന്നിരിക്കുകയാണ്. The Father God, the kabod has come in him. അവനിൽ യേശു ക്രിസ്തു അവനിൽ കാബോദായി വന്നിരിക്കുകയാണ്. Jesus Christ has come in him as a kabod. പരിശുദ്ധാത്മാവ് കാബോദായി അവനിൽ വന്നിരിക്കുകയാണ്. The Holy Spirit has come in him as kabod. ഇന്ന് നമ്മുടെ അകത്ത് ആ ദൈവത്തിന്റെ കാബോദ് വസിച്ചുകൊണ്ടിരിക്കുകയാണ്. And today that kabod of God is dwelling in our spirit. ഹല്ലേലൂയ. Hallelujah. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ തന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് അവൻ ആ മലയിൽ കയറി ചെന്നു. During the end times of Jesus Christ's ministry, he went on the top of the mountain with his disciples. എന്നിട്ട് അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. And he was transfigured before them. ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്തവണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെണ്മയുള്ളതായി തീർന്നു. And his cloth became so white that no launderer in this world can make white. അവന്റെ മുഖം സൂര്യനെ പോലെ അതിലും അധികമായി പ്രകാശിക്കാൻ And തുടങ്ങി. his face shone more brighter than the sun. അതിന്റെ പേരാണ് രൂപാന്തരീകരണം, ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. That is called transfiguration. അതിന്റെ മറ്റൊരു പദമാണ് ദൈവത്തിന്റെ തേജസ് എന്ന് And പറഞ്ഞിരിക്കുന്നത്. another word for that is the glory of God. ദൈവത്തിന്റെ കാബോദ് മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ കഴിഞ്ഞ 33.5 വർഷങ്ങൾ നടക്കുകയാണ്. The kabod of God in the form of a man is walking in this world for 33.5 years. അവന്റെ പ്രകൃതത്തിലൂടെ അവന്റെ പെരുമാറ്റത്തിലൂടെ അവന്റെ സ്വഭാവത്തിലൂടെ ദൈവത്തിന്റെ കാബോദ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. And through his nature, through his character, he revealed the kabod of God to people. ഒരു കുറവുമില്ലാത്തവൻ, No shortcomings. ഒരശുദ്ധിയുമില്ലാത്തവൻ, There is no filthiness. ഒരു There പാപവുമില്ലാത്തവൻ, is no sin. സമ്പൂർണ്ണ യഥാർത്ഥ ദൈവത്തിന്റെ പ്രകൃതം അവൻ വെളിപ്പെടുത്തി. He revealed the complete and the real nature of God. അതാണ് ദൈവത്തിന്റെ കാബോദ്. That is the kabod of ഒരു God. കുറവുമില്ലാത്ത, There is no shortcoming, ഒരു പാപവുമില്ലാത്ത, no sin, ഒരശുദ്ധിയുമില്ലാത്ത no filthiness. ഒരു മനുഷ്യൻ A person like that. ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുക, കാബോദ് He is വെളിപ്പെടുക. revealing God's glory, God's kabod. അവന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ കാബോദ് വെളിപ്പെടുത്തി. And in his ministry, he manifested the kabod of God. ഗലീലയിലെ കാനാവിലെ കല്യാണത്തിൽ
പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി, കാബോദ് വെളിപ്പെടുത്തി. In the wedding of Cana, at Cana, he turned water into wine, and there it is written that he revealed the glory of God, the kabod of God. യേശുക്രിസ്തു ചെയ്ത ഓരോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ കാബോദിന്റെ പ്രകടീകരണമായിരുന്നു. And each miracle that Jesus Christ did, it was the manifestation of the glory of God. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റപ്പോൾ അത് ദൈവത്തിന്റെ കാബോദിന്റെ പ്രകടീകരണമായിരുന്നു. When the dead were raised up, it was the manifestation of the glory of God. കുരുടന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചപ്പോൾ ആ ദൈവത്തിന്റെ കാബോദിന്റെ When the പ്രകടീകരണമായിരുന്നു. blind man was given sight, it was the manifestation of the glory of God. ഊമനും ചെകിടനും ബധിരനും വാ തുറന്ന് സംസാരിച്ച് ചെവി കൊണ്ട് കേട്ടപ്പോൾ അത് ദൈവത്തിന്റെ തേജസ്സിന്റെ കാബോദിന്റെ The പ്രകടീകരണമായിരുന്നു. dumb and the deaf, when they spoke and they heard, it was the manifestation of the kabod of God. 3.5 വർഷത്തെ ശുശ്രൂഷ മുഴുവനും ദൈവത്തിന്റെ കാബോദ് അവന്റെ ശുശ്രൂഷയെ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. For 3.5 years, the kabod of God manifested in the ministry of Jesus. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു അത് അങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്. And it is clearly said that in John chapter 14 by Jesus. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തത് ഞാനല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. And Jesus said, all these miracles that I do not do it myself, but the Father does it through me. Amen. Amen. പിതാവ് പുത്രനിൽ വസിച്ചു. The Father dwelt in Jesus. ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി പുത്രനിൽ വസിച്ചു. All the fullness of God in a bodily form dwelt in Jesus. അതുകൊണ്ട് പിതാവാണ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തത്. And that is why the Father is doing all these miracles. ദൈവത്തിന്റെ കാബോദ് പുത്രനിലൂടെ വെളിപ്പെടുകയാണ്. The kabod of God is manifesting through the Son. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇതിലും വലിയ പ്രവൃത്തികൾ And ചെയ്യും. Jesus said, those who believe in me will do greater things than എന്നിൽ these. വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തികൾ ചെയ്യും. He said, those who believe in me will do greater things than me. അതെങ്ങനെയാണ്? How is that? ദൈവത്തിന്റെ കാബോദ് നമ്മുടെ അകത്തു വന്ന് വസിക്കുമ്പോൾ, Because when the kabod of God comes and dwell within us, ഇപ്പോൾ വസിക്കുന്ന അളവിലല്ല, not in the measure that we have യേശു now, ക്രിസ്തുവിൽ വസിച്ചതുപോലെ ദൈവത്തിന്റെ കാബോദ് നമ്മുടെ അകത്ത് ഇറങ്ങി വസിക്കുമ്പോൾ യേശു ചെയ്തതുപോലെ അതിലും വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് ശക്തിയും അധികാരമുണ്ടാകും. but when the kabod of God comes and dwell in us in the same way it dwelt in Jesus, we will have power and authority, and we will do greater things than what Jesus did. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 17 അധ്യായങ്ങൾ തുടർമാനമായിട്ട് വായിക്കണം. You need to read John chapter 14 through 17 continuously. ഈ പറയുന്ന മർമ്മങ്ങളൊക്കെ അവിടെ പരിശുദ്ധ ആത്മാവ് And രേഖപ്പെടുത്തിയിട്ടുണ്ട്. all these mysteries has been written there by the Holy Spirit. 33.5 വർഷം തന്റെ ജീവിതത്തിലൂടെ തന്റെ സ്വഭാവത്തിലൂടെ അവൻ ദൈവത്തിന്റെ കാബോദ് ഈ ഭൂമിയിൽ For വെളിപ്പെടുത്തി. 33.5 years he revealed the kabod of God through his nature, through his character. ഞാൻ പറഞ്ഞത് അത് അവന്റെ ഡിവൈൻ നേച്ചർ, ദൈവികമായ സ്വഭാവത്തെ കുറിച്ചാണ്. I'm talking about his divine nature. 3.5 വർഷക്കാലം താൻ ചെയ്ത ഓരോ ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ കാബോദ് വെളിപ്പെടുത്തി. And for 3.5 years he revealed the kabod of God through his ministry. അവസാനം മറുരൂപമലയിൽ ദൈവത്തിന്റെ കാബോദ് ആശ്ചര്യമായി തൻ്റെ ഏറ്റവും അടുത്തുള്ള 3 ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. And also at the end on the mountain he was transfigured and he revealed the God's glory to his 3 close disciples. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. His face shone like sun. സമാഗമന കൂടാരത്തിൽ രാത്രികാലങ്ങളിൽ അഗ്നി ജ്വലിക്കുന്ന ആളിക്കത്തുന്ന കാഴ്ച ഇസ്രായേൽ മക്കൾ കണ്ടതുപോലെ ദൈവത്തിൻ്റെ യേശു കർത്താവിൻ്റെ ശരീരത്തിൽ, യേശുവിൻ്റെ മുഖത്തിൽ ആ അഗ്നിയുടെ ശോഭ സൂര്യനെ പോലെ പ്രകാശിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. The glory of God which they saw as a pillar of fire in the old covenant, they saw the face of Jesus Christ as a flaming fire, the brighter than the sun was visible to them. ഇത് കണ്ടിട്ട് പത്രോസ് ഇങ്ങനെ പറയുകയാണ്. And after seeing this, Peter is telling like this. പത്രോസിന് എഴുതി 2-ാമത്തെ ലേഖനത്തിൽ in 2 Peter അതിൻ്റെ 1-ാം അധ്യായം chapter 1
16 തുടങ്ങി. verse 16 onwards. 2 Peter chapter 1 verse 16. 2 പത്രോസ് 1:16 തുടങ്ങി. ഹല്ലേലൂയ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. For we do not follow cunningly devised fables when we made known to you the power and coming of our Lord Jesus Christ, but were eyewitnesses of his majesty. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. We are the eyewitnesses of seeing his power and glory. 3 വർഷക്കാലം അവൻ്റെ കൂടെ നടന്നു. We walked with him 3.5 years. അവൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ കാബോധ് കണ്ടു. We saw the kabod of God through his life. അവന്റെ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ കാബോധ് ഞങ്ങൾ കണ്ടു. We saw the kabod through his ministries. അവസാനം ഞങ്ങൾ ആശ്ചര്യമായി അവന്റെ മഹിമ കണ്ടു. And at the end we literally saw his glory. ഞങ്ങൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എന്തെങ്കിലും നിർമ്മിത കഥകളെ പ്രമാണിച്ചല്ല. We are not preaching Jesus Christ by devised or cunningly devised fables. ഞങ്ങൾ അവന്റെ മഹിമ കണ്ടു. But we have seen his glory. ഞങ്ങൾ അവന്റെ തേജസ്സ് കണ്ടു. We have seen his glory. ഞങ്ങൾ അവന്റെ കാബോധ് ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. With our eyes we have seen his kabod. വാക്യം 17, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവാം ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. For he received from God the Father honor and glory when such a voice came to him from the excellent glory, this is my beloved Son in whom I am well pleased. അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്നും ഈ ശബ്ദമുണ്ടായി. The sound came from this excellent glory. അത് പിതാവാം ദൈവത്തെക്കുറിച്ച് പറയാ. That is talking about Father God. പിതാവാം ദൈവത്തിന്റെ കാബോധിനെ കുറിച്ച് പറയാ. Talking about the kabod of Father God. അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്നാണ് ഈ ശബ്ദം വന്നത്. We heard this voice from the excellent glory. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. This is my beloved Son in whom I am well pleased. ആ തേജസ്സിങ്കൽ നിന്നും ആ ശബ്ദം വന്നപ്പോൾ ഞങ്ങൾ കണ്ടത് പിതാവിന്റെ തേജസ് യേശുവിലാണ്. And when we heard that voice from the excellent glory, we saw the glory of God in Jesus. വചനം പറയുന്നു ദൈവം വെളിച്ചമാണ്. The word says God is light. ദൈവം പറയുന്നു യേശു വെളിച്ചമാണ്. And God says Jesus is light. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ദൈവം. This is the true light which can enlighten any person. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശുക്രിസ്തു. Jesus Christ is the true light that enlightens any person. ആ വെളിച്ചം ഇന്ന് ശിഷ്യന്മാരുടെ മുമ്പാകെ ശോഭിക്കുകയാണ്. And that light is today before the disciples is becoming glorious. 40 വർഷക്കാലം രാത്രിയും പകലും ദൈവത്തിന്റെ കാബോധ് അക്ഷരികമായി കണ്ട ഇസ്രായേൽ ജനം അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ ഒരു കാഴ്ചയാണ് ഇന്ന് മരുഭൂമിയിൽ പത്രോസ് കാണുന്നത്. The people of Israel saw the glory of God for 40 years, but more better than that, the disciples on the mountain, they are seeing the glory of God. മരുഭൂമിയിൽ ദൈവത്തിന്റെ കാബോധ് വെളിപ്പെട്ടപ്പോൾ അതൊരു മേഘം കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. When in the wilderness the glory of God was revealed, it was covered with a cloud. എന്നാൽ മരുഭൂമിയിൽ ദൈവത്തിന്റെ കാബോധ് വെളിപ്പെട്ടപ്പോൾ അത് ഏറ്റവും തുറന്ന നിലയിൽ ഈ ഒരു മനുഷ്യന് കാണുന്ന കാഴ്ചയിൽ അവൻ വെളിപ്പെടുകയാണ്. But on the Mount of Transfiguration, when he was transfigured, it was not covered, but it was visible to the disciples. Hallelujah. Hallelujah. ഇനി നിങ്ങൾ ഓരോ ലേഖനം ഒന്ന് വായിച്ചു നോക്കിയേ. Now if you read all the epistles, അവിടെ എല്ലാം ഈ തേജസ് ഈ കാബോധ് നമുക്ക് തരുന്ന കാര്യത്തെക്കുറിച്ച് in പറഞ്ഞിരിക്കുന്നു. all these places you can see about God giving us this kabod. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തന്ന പേരാണ് Kingdom and Glory Ministry. Many years before, God has given us this name for this ministry, Kingdom and Glory ദൈവത്തിന്റെ Ministries. രാജ്യവും ദൈവത്തിന്റെ തേജസ്സും എന്നാണ് നമുക്ക് ലഭിച്ച പേര്. We got this name, the Kingdom of God and the Glory of God. അന്ന് പലരും എന്നോട് ചോദിച്ചു, പാസ്റ്ററെ വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലയോ എന്ന്. And during that time, many people asked me, Pastor, didn't you get any good names? അന്ന് ആരും
ദൈവ തേജസ്സിനെ കുറിച്ച് പറയുന്നവരില്ലായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. During those times, nobody was speaking about the glory of God. ക്രമേണ ദൈവ തേജസ്സിന്റെ വെളിപ്പാടുകൾ ദൈവം സഭയ്ക്ക് കൊടുത്തു തുടങ്ങി. But now God has given the revelations of His glory to the church. ഷെക്കീന ഗ്ലോറിയുടെ നമ്മുടെ നടുവിൽ വസിക്കുന്ന ദൈവ തേജസ്സിന്റെ വെളിപ്പാടുകൾ സഭയ്ക്ക് വന്നു തുടങ്ങി. And now the revelations have come to the church about the glory of God that dwells among us, the Shekinah glory. സഭ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ച് പറയാൻ Now തുടങ്ങി. the church started speaking about the glory of സഭ God. ദൈവത്തിന്റെ കാബോദിനെ കുറിച്ച് പറയാൻ Now the തുടങ്ങി. church started speaking about the kabod of God. കാബോദും ഷെക്കീന ഗ്ലോറിയും എല്ലാം ഇന്ന് സഭയ്ക്ക് ഏറ്റവും ഫെമിലിയറായി മാറ്റപ്പെട്ടു. Now it has become familiar for the churches about the Shekinah and the kabod of കഴിഞ്ഞ God. ദീർഘവർഷങ്ങളായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ഷെക്കീന ഗ്ലോറി, ദൈവത്തിന്റെ കാബോദ് ഈ നാളുകളിൽ ദൈവസഭയിൽ വെളിപ്പെടാൻ തുടങ്ങുകയാണ്. And we have been speaking from many years that Shekinah and the kabod of God is going to manifest today in the churches. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കാബോദ് ദൈവസഭയിൽ വെളിപ്പെടാൻ തുടങ്ങുകയാണ്. These days the kabod of God is going to manifest in the churches. യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ കാബോദ് വെളിപ്പെട്ടതുപോലെ ഒരു തലമുറ ദൈവ സ്വഭാവത്തെ, ദൈവത്തിന്റെ പ്രകൃതത്തെ വെളിപ്പെടുത്തുന്ന ഒരു സഭയിൽ ഒരു സഭ ദേശത്തിൽ എഴുന്നേൽക്കാൻ വേണ്ടി പോവുകയാണ്. As the kabod of God was manifested in Jesus, a generation, a group of people in the church, the God's kabod is going to manifest. ലോകത്തിൽ പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. In the world the sin is increasing. അനീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Injustice is increasing. അനീതി വർദ്ധിക്കുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുകൊണ്ടിരിക്കുകയാണ്. And because of that many people's love has become cold. സോദോമിന്റെ കാലഘട്ടം പോലെ, ലോത്തിന്റെ കാലഘട്ടം പോലെ, ലോത്തിന്റെയും നോഹയുടെയും കാലഘട്ടം പോലെ ഈ ലോകത്തിൽ പാപം അതിന്റെ പൂർണ്ണതയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. Today in this world the sin is increasing as in the days of Lot and Noah. ഈ തലമുറയിൽ നിങ്ങൾ അത്തരത്തിൽ പാപങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ പരിഹസിക്കാൻ And തുടങ്ങും. if today you are not committing such sins according to this world, they will start mocking you. യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, ഓസ്ട്രേലിയ, മറ്റു എല്ലാ വെസ്റ്റേൺ കൺട്രികളും ഇത്തരത്തിലുള്ള പാപങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, പെരുകിക്കൊണ്ടിരിക്കുകയാണ്. In Europe and in all the western nations this kind of sin is increasing in that places. ഏഷ്യ ഭൂഖണ്ഡത്തിലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും അത്തരത്തിലുള്ള പാപങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. And in Asia, in the continent of Asia and Africa, this kind of sins are increasing. അതെല്ലാം സർവ്വസാധാരണമായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സർവ്വസാധാരണമായ ആവശ്യം പോലെ മനുഷ്യൻ കണ്ടു തുടങ്ങുകയാണ്. And people started to see these sins as a common need of people. അതൊന്നും പാപമല്ല, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് എതിരല്ല എന്ന തരത്തിൽ ലോകം മുന്നോട്ട് പോവുകയാണ്. And they are moving forward saying that it's not a sin, it's not against the law of God. അതിന്റെ നടുവിൽ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കാബോദ് വെളിപ്പെടുത്തുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. But God is raising up a generation in the midst of this which will reveal the kabod of God. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ ദൈവം ഈ തലമുറയിൽ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. God is raising up a generation in this age which will stand for the holiness. അവർ യേശു നടന്നതുപോലെ, യേശുവിൽ കാബോദ് വെളിപ്പെട്ടതുപോലെ, ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെട്ടതുപോലെ, ദൈവത്തിന്റെ കാബോദ് വെളിപ്പെടുത്തുന്ന വിശുദ്ധിയുള്ള നിർമ്മലതയുള്ള ഒരു തലമുറയായി എഴുന്നേറ്റ് വരും. And they will rise up as a generation as Jesus revealed the glory of God, the natures of God, the character and holiness of God. യേശു തന്റെ ശുശ്രൂഷ നിവർത്തിച്ച് വലിയ അത്ഭുതങ്ങൾ ചെയ്ത് ദൈവത്തിന്റെ കാബോദ് വെളിപ്പെടുത്തിയതുപോലെ ആ തലമുറ എഴുന്നേറ്റ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവത്തിന്റെ കാബോദ് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. And they will rise up and manifest the kabod of God as Jesus Christ revealed the God's glory through his ministry in this world. ദൈവത്തിന്റെ കാബോദ് അവർ കൂടെ നടക്കാൻ തുടങ്ങും. And the kabod of God will walk with them. ദൈവത്തിന്റെ തേജസ് അവരെ പൊതിയാൻ And the തുടങ്ങും. glory of God will cover them. അവർ ഈ ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടമായി എഴുന്നേറ്റ് വരും. And they will
be a group of people which will rise up to reveal God to this world. 2025 ദൈവത്തിന്റെ കാബോദിന്റെ വർഷമാണ്. 2025 is the year of the Kabod of God. അത് നമ്മുടെ ഈ ചെറിയ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല. It's not only for this congregation. നമ്മുടെ ചെറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി It's not only മാത്രമല്ല. for this small ministry. നമ്മുടെ ചെറിയ ഒരു മിഷന് വേണ്ടി It's not only മാത്രമല്ല. for this small mission. ലോകത്തെമ്പാടുമുള്ള ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവസഭയ്ക്ക് ഇത് കാബോദിന്റെ വർഷമാണ്. This year is the year of Kabod of God for everyone who is waiting for ദൈവത്തിന്റെ God. മഹത്വം വെളിപ്പെടുകയാണ്. God's glory is going to ദൈവത്തിന്റെ manifest. തേജസ് God's വെളിപ്പെടുകയാണ്. glory is going to manifest. മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രത്യക്ഷമായ കാബോദ്, ദൈവത്തിന്റെ മേഘത്തിന്റെ കാബോദ്, ദൈവത്തിന്റെ അഗ്നിയുടെ കാബോദ് ഈ സഭയുടെ മേൽ ഇറങ്ങി The വരികയാണ്. God's glory is going to come upon this church that will be visible for everyone. ലോകം തിരിച്ചറിയുന്ന അളവിൽ, ലോകം ആശ്ചര്യം കൂടുന്ന അളവിൽ കാബോദ് ഈ സഭയ്ക്ക് വേണ്ടി ദൈവം അയക്കാൻ And പോകുകയാണ്. this Kabod is going to come upon this church when people will see and will be amazed. നമുക്ക് തന്ന ശുശ്രൂഷ തേജസ്സിന്റെ ശുശ്രൂഷയാണ്. The ministry which was given upon us is the ministry of the glory of God. നമുക്ക് ലഭിച്ചത് കാബോദിന്റെ We have ശുശ്രൂഷയാണ്. received the ministry of the Kabod of God. സഭ അത് വിശ്വസിക്കണം. The church has to believe that. സഭ അത് The വിശ്വസിക്കണം. church has to believe ഈ that. ദിവസങ്ങൾ സഭ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഏർപ്പെടണം. And these days the church has to pray continuously. ഈ വരുന്ന മാസങ്ങൾ നമുക്ക് അധികം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാനുള്ള മാസങ്ങളാണ്. We have this coming months, we have to pray very carefully and continuously. പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. Let those who pray, let them pray. ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവർ ആരാധിക്കുകയും സ്തുതിക്കുകയും Let those ചെയ്യട്ടെ. who worship and praise, let them worship and praise. ഉപവസിക്കാൻ നിയോഗമുള്ള ആത്മാവിൽ പ്രാർത്ഥിച്ചു ഉപവസിക്കട്ടെ. Let those who have guidance, let them fast and pray. നമ്മുടെ മേൽ വലിയ ഒരു ഉത്തരവാദിത്വം ദൈവച്ചിരിക്കുകയാണ്. God has given us a great responsibility over ദൈവത്തിന്റെ us കാബോദിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ. to bring God's Kabod into this world. ദൈവത്തിന്റെ കാബോദ് ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ തന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുകയാണ്. That the glory of God come into this world, His salvation is near to His people. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. Let us stand together and pray. ആദ്യം നമുക്ക് ഈ വിശ്വാസം വേണം. First, we need this faith. ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ വേണ്ടി I'm പോകുകയല്ല, not preaching for a long time. പഠിപ്പിക്കാൻ വേണ്ടി Not പോകുകയല്ല. teaching this. നമുക്കിത് വിശ്വാസം വരണം. But we need faith. നമുക്കിത് We need വിശ്വാസമാകണം. to believe this. അയ്യോ ഇത്ര നാളും പ്രാർത്ഥിച്ചല്ലോ, Oh, we have prayed many days. 2.5 വർഷങ്ങൾ കഴിഞ്ഞല്ലോ, 2.5 years have ഒന്നും passed. സംഭവിച്ചില്ലല്ലോ. Nothing has happened. അല്ല, But സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. it is still happening. യേശു ക്രിസ്തു എന്ന കാബോദ് ദൈവത്തിന്റെ തേജസ് ഈ ഭൂമിയിൽ വരുന്നതിന് ദീർഘ നൂറ്റാണ്ടുകൾ ജനം പ്രാർത്ഥനയിൽ ഒരുങ്ങിക്കൊണ്ടിരുന്നു. For many years, the people have been praying and waiting for the glory of God to manifest in this world as in Jesus. ഹല്ലേലൂയ. Hallelujah. പ്രാർത്ഥനയും ഒരുക്കവും ദൈവം സഭയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. Prayer and preparation has been given to the ഈ church. ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. These days are the days of prayer. ഈ ദിവസങ്ങൾ ആരാധനയുടെ സ്തുതിയുടെ These ദിവസങ്ങളാണ്. days are days of worshiping and ഈ praising. ദിവസങ്ങൾ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ These ദിവസങ്ങളാണ്. days are for fasting and praying. കാബോദ് വെളിപ്പെടുവാൻ നാം നമ്മെ തന്നെ We are ഒരുക്കുകയാണ്. preparing ourselves for Kabod to കാബോദ് manifest. നമ്മിൽ ഇറങ്ങുവാൻ നാം ഇനിയും നമ്മെ തന്നെ വിശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. We have to cleanse ourselves more for Kabod നാം to നമ്മെ തന്നെ manifest. അധികമായി വിശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. കാബോദ് നമ്മിലേക്ക് We need ഇറങ്ങേണ്ടതിനായി. to sanctify us more for Kabod to come upon ഈ us. ദിവസങ്ങൾ പിന്നെയും ക്രമീകരണത്തിന്റെ ദിവസങ്ങളാണ്. These days are for setting our lives in order. ഈ ദിവസങ്ങൾ പിന്നെയും വിശുദ്ധീകരണ ദിവസങ്ങളാണ്. These days are for sanctifying ourselves. ഈ ദിവസങ്ങൾ ആത്മതമനത്തിന്റെയും പശ്ചാത്താപത്തിന്റെ ദിവസങ്ങളാണ്. These days are for sanctifying ourselves. ഹൃദയങ്ങളെയല്ല, വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിങ്കിലേക്ക് സഭ തിരിയേണ്ട മാസങ്ങളാണ്. It's a time for us to open our hearts and come before, return back to the presence of God. ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ താമസിക്കുന്നില്ല. He is not delaying to fulfill His promise. ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ താമസിക്കുന്നില്ല. He is not delaying to fulfill His promise. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ താമസിക്കുന്നില്ല. He is not delaying to give the answer for our prayers. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ.
വർദ്ധിക്കട്ടെ. Let our faith increase. വിശ്വാസം Let വർദ്ധിക്കട്ടെ. our faith increase. വിശ്വാസം Our വർദ്ധിക്കട്ടെ. faith increase. വിശ്വാസം Let our വർദ്ധിക്കട്ടെ. faith increase. വിശ്വാസം വർദ്ധിക്കട്ടെ. Let our faith increase. വിശ്വാസം വർദ്ധിക്കട്ടെ. Let our faith increase. ദൈവത്തിന്റെ കാബോദ്, പിതാവിന്റെ കാബോദ് നമ്മുടെ നടുവിൽ ഇറങ്ങി വരും. The Father's kabod will come down in our midst. യേശു ക്രിസ്തുവിന്റെ കാബോദ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരും. The kabod of Jesus will come down in our midst. പരിശുദ്ധാത്മാവിന്റെ കാബോദ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരും. The kabod of the Spirit of God will come in our midst. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ നടുവിൽ വാസം The ആരംഭിക്കും. Father, Son and the Holy Spirit will dwell in our midst. ആ ദൈവത്തിന്റെ ആഗ്രഹമാണ്. That is God's ആ desire. ദൈവത്തിന്റെ That is തീരുമാനമാണ്. God's decision. അതിന് അവൻ നമ്മെ And ആവശ്യമാണ്. for that He needs us. നമ്മുടെ ഒരുക്കപ്പെട്ട ഹൃദയം And He ആവശ്യമാണ്. needs our heart which is നമ്മുടെ prepared. ഒരുക്കപ്പെട്ട മനസ്സ് ആവശ്യമാണ്. Our mind which is prepared. വിശുദ്ധീകരിക്കപ്പെടുന്ന ആത്മദേഹി ദേഹം അവൻ He ആവശ്യമാണ്. needs a sanctified spirit, soul and body. ഇന്ന് ആഴമേറിയ ഒരു സമർപ്പണത്തിലേക്ക് സഭ വരട്ടെ. Let the church come to a deep surrender. നമുക്കിത് വിശ്വസിച്ചേ പറ്റൂ. We have to believe this. കാരണം നമ്മുടെ മുമ്പിൽ അത് കണ്ട ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. Because before us there are people and children of God who have seen this glory of ദൈവം God. തന്റെ ദൂതനെ സെക്കറിയ പുരോഹിതന്റെ അടുക്കൽ ആലയത്തിലേക്ക് അയച്ചു. God sent His angel before Zechariah in his temple. അവന്റെ ഭാര്യ എലിശബത്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്നുള്ള സുവാർത്ത അറിയിച്ചു. And God told through the angel that his wife Elizabeth will give birth to a son. പക്ഷെ അവൻ സംശയിച്ചു. But he disbelieved. അതിന് ദൈവം അവനൊരു ചാസ്റ്റൈസ്മെന്റ്, ഡിസിപ്ലിൻ കൊടുത്തു. And God disciplined or gave a ആ കുഞ്ഞ് chastisement. ജനിക്കുന്നവരെ അവന്റെ വായ് അധരത്തെ പൂട്ടിക്കളഞ്ഞു. And until the son was born, his mouth was closed. ദൈവം ഒരു ദൂതനെ, ഗബ്രിയേൽ ദൂതനെ മറിയ എന്ന് പറയുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. God sent the angel Gabriel before to Mary. നിനക്ക് ഒരു മകനുണ്ടാകും. And said that you will have a son. അവൻ അത്യുന്നതന്റെ പുത്രനായിരിക്കും. He will be the son of the most high God. അവൻ ദൈവത്തിന്റെ He കാബോദായിരിക്കും. will be the kabod of God. അത് കേട്ടപ്പോൾ അവക്കും അവിശ്വാസം ചോദ്യമൊക്കെ വന്നു. But when she heard, she also had some doubts and questions. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. She asked, how will this happen? എന്നാൽ അതിന് അവിടെ മേൽ ദൈവത്തിന്റെ ഡിസിപ്ലിൻ വന്നില്ല. But for that there was no discipline upon കാരണം her. ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. Because in the history it never happened like that before. ഒരു കന്യകയും അങ്ങനെ ഗർഭിണിയായിട്ടില്ല. No virgin has become pregnant. ഒരു കന്യകയിലും അങ്ങനെ സ്വർഗ്ഗത്തിന്റെ പുത്രൻ ജനിച്ചിട്ടില്ല. No virgin has the son of God was born. അതുകൊണ്ട് അവിടെ സംശയത്തിന് ദൂതന്റെ കയ്യിൽ നിന്നും പണിഷ്മെന്റ് ഉണ്ടായില്ല. And because of that there was no punishment or discipline from the angel പക്ഷേ for her. സെക്കറിയ പുരോഹിതന് ശിക്ഷയുണ്ടായി. But Zechariah prophet, the Zechariah priest had a discipline. എന്താ കാരണം? What is the reason? അവന്റെ പുറകിൽ ഇത്തരം സംഭവങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട്. Because before him such things have happened. അവന്റെ വലിയ പിതാവായ അബ്രഹാമിനും സറായിക്കും ആ വാർദ്ധക്യത്തിൽ 99 വയസ്സുള്ളപ്പോൾ അങ്ങനെ പുത്രൻ ജനിച്ചിട്ടുണ്ട്. And his great grandfather, his father Abraham, when they were 99 and 100 years old, they gave birth to a son. അവന്റെ മുമ്പിൽ ചരിത്രമുണ്ട്. He had a history before him. ദൈവപ്രവൃത്തിയുണ്ട്. There was a work of God before him. അവൻ സംശയിക്കാതെ ദൈവം പറഞ്ഞ ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കേണ്ടിയിരുന്നു. There was a need for him to believe and not to doubt. എന്നിട്ടും സക്കറിയാവ് സംശയിച്ചു. But still Zechariah doubted. അതുകൊണ്ട് ദൈവം ഒരു വർഷത്തേക്ക് അവന്റെ വായ അങ്ങ് പൂട്ടി. That is why his mouth was closed for 1 year. ഇന്ന് പകൽ ദൈവത്തിന്റെ കാബോദ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുമെന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. When I say today, when I preach that the kabod of God will come in our midst, we don't need to doubt. ചരിത്രത്തിൽ നമ്മുടെ മധ്യത്തിൽ ദൈവസഭയിൽ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളുടെ നടുവിലൊക്കെ കാബോദ് ഇറങ്ങിയിട്ടുണ്ട്. In the history, in the midst of the people of Israel, the kabod of God has come down in their midst. ദൈവസഭയുടെ തുടക്കത്തിൽ കാബോദ് ഇറങ്ങിയിട്ടുണ്ട്. In the beginning of the church, the kabod has come down in their midst. കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളിൽ അനേക സ്ഥലത്ത് ഉണർവുണ്ടായപ്പോൾ അവിടെല്ലാം കാബോദ് ഇറങ്ങിയിട്ടുണ്ട്. In the past 21
centuries, whenever there was revival, the kabod of God has come down in their midst. ദൈവത്തെ തൊടുന്ന അളവിൽ ദൈവത്തിന്റെ മേഘം അവർ കണ്ടിട്ടുണ്ട്. They have seen the glory of God, the cloud of God, in a way they can see and touch Him. അവരിരുന്ന കെട്ടിടത്തിന്റെ മുകളിൽ തീ അക്ഷരികമായി തീ കത്തിയിട്ടുണ്ട്. In the literal form, the fire has burned in the building they were staying. ജനത്തിന്റെ നടുവിൽ തീ കത്തിയിട്ടുണ്ട്. In the midst of the people, the fire had burned. ജനമിരുന്ന ഹോളിനകത്ത് മേഘം നിറഞ്ഞിട്ടുണ്ട്. When the people were seated together, the cloud has filled in their rooms. കഴിഞ്ഞകാല ചരിത്രത്തിൽ ദൈവസഭയുടെ ചരിത്രത്തിൽ ഇത്തരം അനേക അനുഭവങ്ങൾ In the ഉണ്ടായിട്ടുണ്ട്. history of the church, such experiences were happened. അതുകൊണ്ട് നമുക്ക് അവിശ്വസിക്കാൻ ഒരു So we വഴിയുമില്ല. have no place for doubt. നമ്മൾ വിശ്വസിക്കണം. We believe കാബോദ് ഈ KGWC ഇറങ്ങി വരും. the kabod of God will come down in this place. കാബോദ് വരും ദിവസങ്ങളിൽ KGWC ഇറങ്ങി വരും. The kabod will come down in this place. കാബോദ് KGWC ഇറങ്ങി വരും. The kabod will come in KGWC. സകല ജനവും കാണും. And all people will see it. ദൈവത്തിന്റെ തീ ഈ ബിൽഡിംഗിൽ കത്തും. And the fire of God will burn in this building. ദൈവത്തിന്റെ മേഘം ഇതിനകത്ത് നിറയും. And the cloud of God will fill in this place. കാബോദ് സഭയ്ക്ക് വേണ്ടി The തരുകയാണ്. kabod is given to this church. ദൈവത്തിന്റെ മേഘം സഭയ്ക്ക് വേണ്ടി The cloud തരുകയാണ്. of God is given to this church. ദൈവത്തിന്റെ അഗ്നി സഭയ്ക്ക് വേണ്ടി The തരുകയാണ്. fire of God is given to സഭ this അത് church. വിശ്വസിക്കട്ടെ. Let the church believe it. അത് വാ തുറന്ന് പറയട്ടെ. Let us proclaim it. സഭ അത് Let വിശ്വസിക്കട്ടെ. the church believe it അത് വാ തുറന്ന് പറയട്ടെ. and declare it. ആത്മാവിൽ സംസാരിക്കട്ടെ. Let's speak in the Spirit of God. The year of Kabod has come. The year of kabod has ഓ come. ദൈവത്തിന്റെ കാബോദിന്റെ വർഷം The വന്നിരിക്കുന്നു. year of kabod has come. ദൈവത്തിന്റെ തേജസ്സിന്റെ വർഷം The വന്നിരിക്കുന്നു. year of God's glory has come. ദൈവത്തിന്റെ തേജസ്സിന്റെ നിത്യഖനം നമുക്ക് വേണ്ടി The വന്നിരിക്കുന്നു. eternal weight of God's glory is given to us. തേജസ്സിന്റെ നിത്യഖനം സഭയ്ക്ക് The വന്നിരിക്കുന്നു. eternal weight of God's glory is given to the church. ദൈവത്തിന്റെ കരുണ നമ്മുടെ തമ്മിൽ ഉദിച്ചിരിക്കുന്നു. The mercy of God has risen upon സഭ us. തങ്ങളെ തന്നെ ഒരുക്കട്ടെ. Let the church prepare ഒരുക്കി ourselves. പ്രാർത്ഥിക്കട്ടെ. Let us prepare and pray. എല്ലാ അവിശ്വാസങ്ങളും മാറിപ്പോകട്ടെ. Remove every doubt. എല്ലാ അവിശ്വാസങ്ങളും മാറിപ്പോകട്ടെ. Let every doubt be removed. എല്ലാ സംശയങ്ങളും Let മാറിപ്പോകട്ടെ. every doubt be എല്ലാ removed. ഭാരങ്ങളും Let മാറിപ്പോകട്ടെ. every burdens be എല്ലാ removed. ചോദ്യങ്ങളും Let മാറിപ്പോകട്ടെ. every questions be removed. ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ അടിന് ഭവിക്കട്ടെ എന്ന് മറിയ പറഞ്ഞതുപോലെ പറയുവാനിട വരട്ടെ. And let us speak as Mary said, "Here is your servant, let it happen to me as you have spoken." ഒരു ആഴമേറിയ സമർപ്പണ സഭയ്ക്ക് ഉണ്ടാകട്ടെ. Let a deep surrender happen. ആഴമേറിയ പ്രാർത്ഥന The ആരംഭിക്കട്ടെ. deep prayer begin. ആഴമേറിയ സ്തുതിയും സ്തോത്രവും ആരാധനയും A ആരംഭിക്കട്ടെ. deep worship and praise begin. ആഴമേറിയ വിശുദ്ധ ജീവിതം ആരംഭിക്കട്ടെ. Let a deep sanctified life begin. 2025 ആദ്യ ഞായറാഴ്ച തുടങ്ങി ദൈവത്തിന്റെ കാബോദ് നാം പ്രതീക്ഷിക്കട്ടെ. Let us hope and expect for the kabod of God from the first Sunday of ഈ 2025. വരുന്ന ദിവസങ്ങൾ ദൈവം ചെയ്യാൻ വേണ്ടി And പോവുകയാണ്. coming days, God is going to do ദൈവം that. ചെയ്യാൻ വേണ്ടി പോവുകയാണ്. God is going to do that. ദൈവം ചെയ്യാൻ വേണ്ടി God പോവുകയാണ്. is going to do that. വിശ്വസിക്കുക കരമുയർത്തി സ്തോത്രം Those who ചെയ്താട്ടെ. believe, let us raise our hands Oh, and സ്തോത്രം worship Him. ചെയ്താട്ടെ. Let us give Him thanks.